കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം ഊഞ്ഞാൽ ആടിക്കൊണ്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണനെ ചാർത്തിരിക്കണത്. കളഭ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഊഞ്ഞാൽപ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഊഞ്ഞാൽപ്പടിമേൽ ആ പൊന്നുണ്ണിക്കണ്ണ ഇരുന്ന് ആ ഊഞ്ഞാലാടുന്നു. കുഞ്ഞിക്കാലുമേല് പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കുഞ്ഞി കുമ്പ ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. ഈ കിങ്ങിണീൻ്റെ മുകളിൽ ഇടത്ത് ഭാഗത്തായിട്ട് ഒരു ഓടക്കോഴിലും തിരികെ വെച്ചിട്ടുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു കാശുമാല പോലെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ പതക്കം ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി ഊഞ്ഞാലിൻ്റെ രണ്ട് വള്ളിയും പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പതുക്കെ ഇങ്ങനെ ആട്ടാൻ തയ്യാറായിട്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. ആ ഊഞ്ഞാലിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇരുന്ന് രണ്ട് കൈ കൊണ്ട് ഊഞ്ഞാൽ വള്ളിയും പിടിച്ച് മുറുകെ പിടിച്ച് നല്ല മുറുകെ പിടിച്ചിട്ടുണ്ട്. നല്ല മുറുകെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. നല്ല കൗതുകം, നല്ല പുഞ്ചിരിയും നല്ല കൗതുകം കൊണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമേൽ സ്വർണ്ണഗോപി, കളഭം കൊണ്ട് ഒരു പീല് പോലെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകമുണ്ട്. തടിച്ചുകൊണ്ടൊരു ഉണ്ണിക്കണ്ണനാണെന്ന് മാത്രം. ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരിക്കുന്നത് തടിച്ച് മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. ആ കുഞ്ഞിക്കുമ്പൊക്കെ വീർത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല കൗതുക. അതുപോലെ തിരുമുടിമാലകൾ 3 ചാർത്തിരിക്കണത്. 3 ഒരേപോലത്തെ ഏകദേശം. വെളുത്ത പൂവിൻ്റെ നടുവിൽ തെച്ചിപ്പൂവായിട്ട് അങ്ങനെ 3 തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഉരുണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അത് വെളുത്ത പൂക്കൾ ധാരാളം. അതിൽ അപ്പുറം ഇപ്പുറമായിട്ട് തുളസിയും തെച്ചിയും ഇടയിൽ ഇങ്ങനെ ഇടകലർത്തിയിട്ട് വീണ്ടും വെളുത്ത പൂക്കൾ. അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടമാല കാണാൻ കേട്ടോ. ഈ ഉണ്ടമാലയും തിരുമുടിമാലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ നടുവിലെ പൊന്നുണ്ടെ കാണാൻ പൊന്നൂഞ്ഞാലിൻ്റെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണത്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. താമര തുളസി ആയിട്ടുള്ളതൊന്ന്, താമര മാത്രമായിട്ടുള്ളതൊന്ന്, പിന്നെ തെച്ചി തുളസി വെളുത്തപ്പൂവായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണൻ്റെ പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള 2 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ണിക്കണ്ണനെ ആടുന്നത് നമ്മുടെ മനസ്സിലാണ് കേട്ടോ. ഊഞ്ഞാലാടുന്നത് മെല്ലെ മെല്ലെ ആട്ടിക്കൊടുക്കാം നമുക്ക് പൊന്നുണ്ണിക്കണ്ണനെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. മഠായി നിർമ്മിപ്പതു ദൂരെ നിന്നു മണത്തറിഞ്ഞങ്ങുര മാമണാളൻ അണഞ്ഞു പൊന്നിന്തളയിട്ട കാൽ കൊണ്ടണിഞ്ഞങ്ങു മാർഗങ്ങൾ മഹാനസത്തിൽ തിന്നാൻ കൊതിച്ചെന്നെ വിളിച്ചതെന്തിനാ എന്ന് ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന ഗോപി ചൊൽകേ ഭഗവാൻ കരഞ്ഞു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത പൊന്നുണ്ണിക്കണ്ണൻ പൊന്നൂഞ്ഞാലും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കൗതുകം കണ്ട് തടിച്ചുരുണ്ട് മിടുമിടുക്കനായിട്ടൊരുണ്ണി ഊഞ്ഞാലയുടെ ആടിക്കൊണ്ടിരിക്കണതാണ് നല്ല കൗതുക. ആ പൊന്നുണ്ണിക്കണ്ണൻ 2 കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഭക്തന്മാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഭക്തന്മാരെ എല്ലാവരും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദം മുറുകെ പിടിച്ചോളൂ. ആ പുഞ്ചിരി തൂക്കണത്തിന് മുഖം നോക്കി ഉറക്ക നാമം ജപിച്ചോളൂ. ആ സച്ചിദാനന്ദ കട്ട നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ, ഇരിക്കണത് ഊഞ്ഞാലാടിയും കൊണ്ട്. അപ്പം അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ഊഞ്ഞാലാട്ടി കൊടുത്ത് തൃപ്പാദം മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.